ഞാൻ അഞ്ജന. ഞാൻ ഇടുക്കിയിലാണ് ജനിച്ച് വളർന്നത്. ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എറണാകുളത്താണ്, കൊച്ചിയിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എംബ്രോയിഡറി ആർട്ടിസ്റ്റാണ്. വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നാണ് നമ്മുടെ ആ ഒരു സംരംഭത്തിൻ്റെ പേര്. ഞാനൊരു 4ാം ക്ലാസ് വരെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ നമ്മുടെ അവിടെ ഇടുക്കി എന്ന് പറയുമ്പോൾ അറിയാലോ, മൊത്തത്തിൽ ഗ്രാമമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും നമുക്ക് പരിചയമുള്ളവരാണ്. നമുക്ക് ആ ഒരു അപരിചിതത്വം ഒരിടത്തും ഫീൽ ചെയ്യൂല. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും അറിയാം, അവിടെയുള്ള എല്ലാ പേരൻസിനും എല്ലാവരെയും പരിചയമുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതുപോലെ സ്പോർട്സിന് വെച്ച് ബാക്കി എല്ലാ പ്രോഗ്രാമിനും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു, പ്രൈസ് മേടിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഏറ്റവും ചെറുപ്പത്തിലെ ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ എനിക്കിങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പറഞ്ഞാലും കോമൺ ആയിട്ടുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. എങ്ങനെ സ്പെഷ്യൽ സ്കൂളൊന്നും വിടുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചില്ല, എൻ്റെ പേരൻസും ചിന്തിച്ചിട്ടില്ല. എനിക്കും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും, അങ്ങനെ എൻ്റെതായ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറുപ്പം മുതലേ എൻ്റെതായ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. സത്യം പറഞ്ഞാൽ അവരെന്നെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നീ സ്പെഷ്യൽ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. ഞാനും എല്ലാവരും പോലെ ഒരുപോലെ, ഇപ്പോൾ അവിടെയൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ പറമ്പിൽ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ എല്ലാ പണികൾക്കും ഞാൻ കൂടും. എല്ലാ പണികളും ഒരുപോലെ ചെയ്യുമ്പോൾ അയ്യോ നിനക്ക് ചെയ്യാൻ പറ്റില്ലോ, നീ ചെയ്യണ്ട എന്നൊരു വാക്ക് എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അത് എനിക്കൊരു പ്രത്യേകത ഉണ്ട്, അപ്പോൾ നീ പുറകോട്ട് നിൽക്കരുതുകൊണ്ട് നീ കൂടുതലായിട്ട് ചെയ്യുക, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരാളായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഇപ്പോൾ പറമ്പിലെ പണിയാണേലും അടുക്കളയിലെ പണിയാണേലും എല്ലാ കാര്യത്തിലും ഒരുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ചേട്ടൻ്റെ അപ്പൻ്റെയും സപ്പോർട്ട്, അമ്മയുടെ സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു ശരിക്കും. ഇപ്പോൾ അപ്പൻ്റെ ആ ഒരു നിർബന്ധം കൊണ്ടാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റും, ഒരു കോമൺ സൈക്കിൾ ഓടിക്കാൻ പറ്റും, അതുപോലെ ഡ്രൈവ് ചെയ്യും, നീന്താൻ പറ്റും. ഇതൊക്കെ അപ്പൻ്റെ ഒരു നിർബന്ധം കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. കരാട്ടെ ഞാനിപ്പോൾ ഇപ്പോഴാണ് ഇവിടെ വിവാഹശേഷം ഇവിടെ എത്തിയതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്നത്. അത് എനിക്ക് നേരത്തെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇതുപോലെ എന്തെങ്കിലും കളരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ അതിനുള്ളൊരു സാധ്യതകളില്ലായിരുന്നു. അവിടെ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും നമുക്കങ്ങനെ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് പഠിക്കാതിരുന്നത്. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കുട്ടി ഇതുപോലെ കരാട്ടെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഇവിടുന്ന് അടുത്താണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങനെ പോയി ചേർന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബ്ലൂ ബെൽറ്റ് വരെ എത്തി. അങ്ങനെയാണ് കരാട്ടയിൽ എത്തിയത്.